ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ്. അധ്യായം 24 ആന്തരിക സൗഖ്യ പ്രാർത്ഥന ഭാഗം 3 വിവാഹിതർക്കു വേണ്ടി. ആന്തരിക സൗഖ്യ പ്രാർത്ഥന വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് നടത്തുന്നത് അഭികാമ്യമാണ്. അല്ലായെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ നടത്താവുന്നതാണ്. കുറച്ചു സമയം ഇതിനായി മാറ്റിവെക്കേണ്ടതുണ്ട്. വ്യക്തിപരമായും കൂട്ടായും ആന്തരിക സൗഖ്യ പ്രാർത്ഥന നടത്താവുന്നതാണ്. ഒരു വൈദികന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തുന്നത് നല്ലതായിരിക്കും. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. നല്ല രീതിയിലും ശുഭാപ്തി വിശ്വാസത്തോടെയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ഞാൻ, എന്നെ, നമ്മൾ, ഞങ്ങൾ ഈ വാക്കുകൾ അവസരോചിതമായി സ്വീകരിക്കാവുന്നതാണ്. അവരവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കുമ്പോൾ തന്നെ സൗഖ്യവും വിടുതലുകളും ശാന്തിയും രൂപാന്തരീകരണങ്ങളും മാനസാന്തരവും ഉണ്ടാകുന്നു. അനാവശ്യമായി സ്വയം കുറ്റപ്പെടുത്തരുത്. മറ്റുള്ളവരെയും കുറ്റപ്പെടുത്താതിരിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരുണ, സ്നേഹം ഇവ എത്രയോ വലുതാണ്. കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ച് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കാരുണ്യവാനായ പിതാവേ, ഞങ്ങൾ ജനിച്ച നിമിഷത്തിലേക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്കും കടന്നുവന്ന് സുഖപ്പെടുത്തണമേ. ജനനാവസരത്തിലെ വിഷമതകൾ എന്തുതന്നെയായാലും അവയിൽ നിന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന വേദനാജനകമായ എല്ലാ കാര്യങ്ങളും അവിടുത്തെ സന്നിധിയിൽ മോചിപ്പിക്കപ്പെടുവാനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. മാതാപിതാക്കളുടെയും കുടുംബത്തിലെയും സ്നേഹമില്ലായ്മ, ദാരിദ്ര്യം, ഭിന്നത, അകാരണമായ കഠിനാധ്വാനം, രമ്യതയില്ലായ്മ മുതലായവ മൂലം ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന നീരസം, വെറുപ്പ്, വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നും അകറ്റി പകരം സ്നേഹം, ക്ഷമ, രമ്യത, വിശുദ്ധി എന്നിവയാൽ നിറയ്ക്കണമേ. സൗഖ്യമാക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. സൃഷ്ടികർത്താവായ ദൈവമേ, വിവാഹമെന്ന കൂദാശ സ്ഥാപിക്കുകയും വിവാഹ ജീവിതത്തിലേക്ക് എന്നെ വിളിച്ച് അവിടുത്തെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാക്കുകയും ചെയ്തതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവസ്നേഹം പങ്കുവച്ച് സാക്ഷ്യം നൽകുവാൻ വേണ്ടി വിവാഹമെന്ന ദൈവവിളി എനിക്ക് തന്നതിന് അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. എന്റെ ജീവിത പങ്കാളിയെ ഓർത്ത് അങ്ങേക്ക് ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും നൽകി ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ, അങ്ങേക്ക് ഞാൻ ആരാധന അർപ്പിക്കുന്നു. ഈ വിളി സ്വീകരിച്ച് എല്ലാവരെയും അവിടുത്തെ സ്നേഹത്തിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പലതും ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചു. എന്റെ സഖിയെ സ്നേഹിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിഞ്ഞില്ല. ഇഷ്ടപ്പെട്ട പങ്കാളിയെ ലഭിച്ചിട്ടും പങ്കാളിയിൽ നിന്നും ബന്ധുതയിൽ നിന്നും യാതൊരു സ്നേഹമോ അംഗീകാരമോ ലഭിക്കാഞ്ഞതിനാൽ വെറുപ്പും അസ്വസ്ഥതകളും കുറ്റാരോപണങ്ങളും വന്നുകൂടിയപ്പോൾ പങ്കാളിയെയും തന്ന ദൈവത്തെയും ഞാൻ ശപിച്ചുപോയി. ജീവിതം കഠിനമായി തോന്നി. സുന്ദര സ്വപ്നങ്ങളെല്ലാം തകർന്നുപോയി. സ്വാർത്ഥതയും ആത്മാർത്ഥതയില്ലായ്മയും കൊണ്ട് ജീവിതം കണ്ണീർക്കയമായി മാറി. ആത്മീയതയിൽ വളരുവാൻ സാധിക്കാഞ്ഞതിനാൽ ദാമ്പത്യ ജീവിതം നരകതുല്യമായി. ഉത്തരവാദിത്തങ്ങളും കടമകളും യഥാവിധി നിർവഹിക്കാഞ്ഞതിനാൽ വിവാഹ ജീവിതം പരാജയത്തിലേക്ക് നിപതിച്ചു. തെറ്റായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ജീവിത പങ്കാളിയിൽ നിന്ന് പലതും പ്രതീക്ഷിച്ചു. മറ്റുള്ളവരുമായി പങ്കാളിയെ തെറ്റായി താരതമ്യ പഠനം നടത്തി. കുറവുകൾ മാത്രം ഞാൻ കണ്ടെത്തി. ദേഹോപദ്രവവും മദ്യപാനവും കുറ്റപ്പെടുത്തലുകളും ദൈനംദിന സ്വഭാവമായി മാറി. പങ്കാളിയോട് അല്പം പോലും ക്ഷമിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ പ്രോത്സാഹിപ്പിക്കുവാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ തെറ്റും എന്റെ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ. യേശുവേ, പാപിയായ എന്നിൽ കനിയണമേ. വിവാഹ പ്രതിജ്ഞ പാലിക്കുവാൻ എനിക്ക് മനഃശക്തി തരണമേ. പങ്കാളിയെ
വിലമതിക്കുവാനും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും പങ്കാളിയോട് ക്ഷമിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. ആത്മാവിന്റെ ശക്തി എനിക്ക് പകരണമേ. സ്നേഹം കൊണ്ട് പങ്കാളിയെ നിറയ്ക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. യേശുവെ, ക്ഷമിക്കുവാനും സഹിക്കുവാനും പോരായ്മകൾ അംഗീകരിക്കുവാനും വരം നൽകി നല്ല ജീവിത പങ്കാളിയാക്കി എന്നെ മാറ്റണമേ. പഴയ ഓർമ്മകളിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ. ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള അംഗീകാരമില്ലായ്മ, സ്നേഹമില്ലായ്മ, തിരസ്കരണാനുഭവം, നിരാശ, ബഹുമാനമില്ലായ്മ ഇവ പരിശുദ്ധാത്മ ശക്തിയാൽ മാറ്റി ആത്മസന്തോഷം കൊണ്ട് വിവാഹ ജീവിതത്തെയും കുടുംബങ്ങളെയും നിറച്ച് അനുഗ്രഹിക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ദൈവമേ സ്തുതി. ഈശോ മിശിഹായി, ഞങ്ങളുടെ വിവാഹം ആശീർവദിച്ച വൈദികനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം തന്ന സന്യസ്തരെയും സാക്ഷികളെയും നന്ദിയോടെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെയും പങ്കാളിയെയും സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കുവാൻ സ്വർഗം തുറന്ന് ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. വീട്ടിലിരിക്കാൻ തോന്നാത്ത അവസ്ഥ, അമ്മായിയമ്മയോടുള്ള വെറുപ്പ്, അമ്മായിയപ്പനോടുള്ള ആദരവില്ലായ്മ, മക്കളോടുള്ള ഉത്തരവാദിത്തമില്ലായ്മ ഇവയെ ഓർത്ത് ഞാൻ മനസ്തപിക്കുന്നു. കരുണയുള്ള കർത്താവെ, കടന്നുവന്ന് അനുഗ്രഹിക്കണമേ. വന്നുപോയ അശുദ്ധ വ്യാപാരങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു, മനസ്തപിക്കുന്നു. സുഖപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. പങ്കാളിയെയും മക്കളെയും സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന പക്വതയാർന്ന വ്യക്തിത്വം എനിക്ക് പരിശുദ്ധാത്മാവിനാൽ നൽകിയാലും. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ ആരാധന, പരിശുദ്ധാത്മാവെ മഹത്വം, പരിശുദ്ധാത്മാവെ സ്തുതി. യേശുവെ, ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്നത് ആത്മീയ ചൈതന്യമില്ലായ്മയും സംശയവും സ്നേഹിക്കുന്നില്ലെന്ന തോന്നലും എന്നെ വേണ്ടെന്നുള്ള വിചാരവും ഊഹാഭോഗങ്ങളിലുമുള്ള അന്ധമായ വിശ്വാസവും പങ്കാളിയിൽ നിന്നുള്ള മാനസിക അകലം, ശാരീരിക ഉപദ്രവങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, കുറ്റം പറച്ചിൽ, ചീത്ത പറച്ചിൽ എന്നിവയുമാണല്ലോ. ഇവയെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു, മനസ്തപിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ദൈവത്തോട്, ജീവിത പങ്കാളിയോടും മാപ്പ് ചോദിക്കുന്നു. തെറ്റുകൾ തിരുത്തി തെറ്റിന് കാരണമായ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് എല്ലാ കാലങ്ങളിലും ഇണയ്ക്ക് സ്നേഹവും വിശ്വസ്തതയും ക്ഷമയും കാരുണ്യവും നൽകുമെന്ന് തിരുസന്നിധിയിൽ തീരുമാനമെടുക്കുന്നു. ഇണയുടെ തെറ്റുകൾ ആത്മാർത്ഥമായി ഞാൻ ക്ഷമിക്കുന്നു. എന്റെ സ്വർഗത്തിലേക്കുള്ള ഏണിപ്പടിയായി അങ്ങ് എനിക്ക് അനാദി മുതൽ തിരഞ്ഞെടുത്ത ഇണയും തുണയും തണലുമായി എന്റെ ജീവിത പങ്കാളിയെ ഞാൻ സ്വീകരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുവാനും സമർപ്പിക്കുവാനും സുഖദുഃഖങ്ങൾ മറന്ന് സഹായിക്കുവാനും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നിലും എന്റെ ജീവിത പങ്കാളിയിലും അങ്ങ് പ്രവർത്തിക്കുന്ന എല്ലാ സൗഖ്യത്തിനും മാനസാന്തര ജീവിതത്തിനും വിടുതലിനും ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ സ്തുതി. വിശുദ്ധിയും വിശുദ്ധിയുടെ ഉറവിടവും ദാതാവുമായ ദൈവമേ, വിവാഹ ജീവിതത്തിൽ ലൈംഗികത അങ്ങയുടെ സമ്മാനവും പദ്ധതിയുമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അനാവശ്യ കുറ്റബോധത്തിൽ നിന്നും വിമുക്തി നൽകിയാലും ഭാര്യാഭർത്താക്കന്മാരിലുള്ള പ്രയാസങ്ങളെയും കൈപ്പേറിയ ഓർമ്മകളെയും മുറിവുകളെയും സുഖപ്പെടുത്തണമേ. ഈശോയെ, ഭിന്നതകളെ മാറ്റി ഐക്യം പകർന്ന് ദാമ്പത്യ ജീവിതത്തെ അങ്ങ് പവിത്രീകരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ. വിഷമതയും അനീതിയും ആത്മാർത്ഥതയില്ലായ്മയും ദൂരീകരിച്ച് ദമ്പതികളെ നവീകരിക്കുകയും കുടുംബത്തിൽ സമാധാനവും ദയയും കരുണയും കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ബലഹീനതകൾ പരസ്പരം വഹിക്കുവാനും പ്രതീക്ഷയോടെ ജീവിക്കുവാനും പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കണമേ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ദൈവമേ സ്തുതി. ഈശോയെ, ഭാര്യമാരെ വെറും വസ്തുക്കളായി തരം താഴ്ത്തുന്ന ഭർത്താക്കന്മാരെ മാനസാന്തരപ്പെടുത്തണമേ. പങ്കാളിയുടെ വ്യക്തിത്വത്തെ വിലമതിക്കുവാനും ആത്മനിയന്ത്രണം പാലിക്കുവാനും അങ്ങേ കാരുണ്യം ദമ്പതികളുടെ മേൽ ചൊരിയണമേ. പങ്കാളിയുടെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ മനസ്സിലാക്കി അങ്ങിൽ ആശ്രയിച്ച് സ്വയം സമർപ്പിക്കുവാൻ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. എന്നിൽ ചൊരിയുന്ന വൻ കൃപകളെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദി, പരിശുദ്ധാത്മാവെ ആരാധന, പരിശുദ്ധാത്മാവെ മഹത്വം, പരിശുദ്ധാത്മാവെ സ്തുതി. സ്നേഹമുള്ള ഈശോയെ, എന്റെ മാനസിക ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ച മനസ്സിനെ
തളർത്തിയ, നിരാശയുണ്ടാക്കിയ, വെറുപ്പുണ്ടാക്കിയ കാര്യങ്ങളും കാരണങ്ങളും അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ സുഖപ്പെടുത്തി വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ യാചിക്കുന്നു. ഈശോയെ, ദുഃഖപൂരിതമായ എന്റെ ജീവിതകാലത്തിലേക്ക് കടന്നു വരണമേ, എന്നിൽ വന്നു വസിക്കണമേ. ആഗ്രഹിച്ചതിന് വിപരീതമായി സംഭവിച്ചപ്പോൾ പങ്കാളിയോടും മക്കളോടും വെറുപ്പും വൈരാഗ്യവും ഉണ്ടായതിൽ ഞാൻ ദുഃഖിക്കുന്നു, മനസ്തപിക്കുന്നു. ദയയും ആത്മസംയമനവും ശുഭപ്രതീക്ഷയും കൊണ്ട് എന്നെ നിറച്ചാലും ജീവിത പങ്കാളിയെ വഞ്ചിച്ച അവസരങ്ങൾ, ആത്മാർത്ഥ സ്നേഹബന്ധമില്ലായ്മ, വിശ്വസ്തതയില്ലായ്മ ഇവയെ പരിഹരിച്ച് ദാമ്പത്യ കടമകൾ നിർവഹിക്കുവാൻ ആത്മാർത്ഥ സ്നേഹവും വിശ്വസ്തതയും കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി. സ്നേഹവാനായ ദൈവമേ, രോഗിയായിരുന്നപ്പോൾ പങ്കാളി എന്നെ ശുശ്രൂഷിച്ചില്ല, ആശ്വാസം പകർന്നില്ല, വേദനകളിൽ എന്നോടൊപ്പം നിന്നില്ല. എങ്കിലും എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ക്ഷമിക്കുന്നു. എൻ്റെ നഷ്ടബോധവും ഇല്ലായ്മയും മാറ്റി സൗഖ്യവും ശാന്തിയും നൽകിയാലും. അനുഗ്രഹദാതാവായ ദൈവമേ, മക്കളെയും ജീവിത പങ്കാളിയെയും ഉപദ്രവിക്കുകയും അയൽവാസികളെ ശകാരിക്കുകയും ചെയ്ത നിമിഷങ്ങളിലേക്ക് കടന്നുവന്ന് ആത്മാവിനാൽ വിശുദ്ധീകരിക്കണമേ. ജീവിതത്തിലെ അതിതീവ്രമായ ദുഃഖങ്ങളിലും സഹനങ്ങളിലും നിന്നുപോലും നന്മ വരുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹനത്തിനുള്ള രക്ഷാകര മൂല്യം എപ്പോഴും എൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുവാൻ കൃപ വർഷിക്കണമേ. യേശു കാണിച്ചു തന്നത് കുരിശിന്റെ ഈ രക്ഷാകര മൂല്യമാണ്. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ദൈവമേ സ്തുതി. സ്നേഹവാനായ ഈശോയെ, നല്ല ഭാര്യയായി, അമ്മയായി, അമ്മായിയമ്മയായി, മകളായി, സഹോദരിയായി ഇനി ജീവിക്കുവാൻ സ്ത്രീയായ എന്നെ അനുഗ്രഹിക്കണമേ. നല്ല ഭാര്യയായി, ഭർത്താവായി, അപ്പനായി, അമ്മയായി, അമ്മായിയപ്പനായി, അമ്മായിയമ്മയായി, മകനായി, മകളായി, സഹോദരനായി, സഹോദരിയായി, പുരുഷനായി, സ്ത്രീയായി ജീവിക്കുവാൻ എന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ സ്ത്രീത്വത്തെ സ്വീകരിച്ചുകൊണ്ട്, എൻ്റെ പുരുഷത്വത്തെ സ്വീകരിച്ചുകൊണ്ട് ഭർത്താവിന്റെ, ഭാര്യയുടെ നന്മകളെ പ്രശംസിക്കുവാനും സ്നേഹിക്കുവാനും ആത്മാവിന്റെ ശക്തി എനിക്ക് തരണമേ. എന്നിലുള്ള അസൂയയും അഹങ്കാരവും അശുദ്ധിയും സ്വാർത്ഥതയും മടിയും ദുശീലങ്ങളും അവിശ്വസ്തതയും അനീതിയും ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് മാപ്പപേക്ഷിക്കുന്നു. ഈശോയെ, കരുണയായിരിക്കണമേ. ഈശോയെ, ഇവയിൽ നിന്നെല്ലാം എനിക്ക് മോചനം നൽകി അനുഗ്രഹിക്കണമേ. ആത്മാവിന്റെ ദയയാലും കരുണയാലും ക്ഷമയാലും വിശുദ്ധിയാലും എന്നെ കാത്തുരക്ഷിക്കണമേ. ഈശോയെ, അങ്ങ് എന്നെ സുഖപ്പെടുത്തുന്നു, അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു, എൻ്റെ മേൽ കൃപകൾ വർഷിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ക്ഷമിക്കുന്ന സ്നേഹം എത്രയോ വലുതാണ്, അങ്ങയുടെ കാരുണ്യം എത്രയോ മഹത്വമുള്ളതാണ്. യേശുവേ, അങ്ങേ നാമത്തിൽ ഞാൻ സൗഖ്യം അനുഭവിക്കുന്നു, വിടുതലുകൾ അനുഭവിക്കുന്നു. അവിടുന്ന് എന്നെ തൊട്ടു സുഖപ്പെടുത്തുന്നു, അവിടുന്ന് എൻ്റെ കെട്ടുകളെല്ലാം അഴിക്കുന്നു. ആത്മാവേ നന്ദി, ആത്മാവേ ആരാധന, ആത്മാവേ മഹത്വം, ആത്മാവേ സ്തുതി. ഈശോ, എന്നെ ഒരു സ്ത്രീയായി പുരുഷനായി വിളിച്ചതിന് നന്ദി. അങ്ങ് തന്ന ദൈവവിളിക്കും ജീവനും ആത്മാവിനും നന്ദി. അവിടുത്തെ ദാനങ്ങളായ മക്കൾക്കു വേണ്ടി നന്ദി. അയൽവാസികളെയും കൂട്ടുകാരെയും ഓർത്ത് നന്ദി. ജീവിതമാകുന്ന യാത്രയ്ക്കും സഭാജീവിതത്തിനും നന്ദി. സൗഖ്യത്തിനും നന്ദി. നാനാജാതി മതസ്ഥർക്ക് നന്ദി. ഈ ലോകത്തിനും ലോകത്തിലുള്ളവയ്ക്കും നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തുതി. ദൈവമേ, കുഞ്ഞുങ്ങൾ അവിടുത്തെ ദാനങ്ങളാണ്. മക്കളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരെ വിശുദ്ധരായി സംരക്ഷിച്ചാലും മാതാപിതാക്കളായ ഞങ്ങളുടെ ദുർമാതൃകയ്ക്ക് മാപ്പ് ചോദിക്കുന്നു. പലവിധത്തിലും ഗർഭത്തെ തടയുകയും ജീവനെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. മക്കളില്ലാത്ത ദമ്പതികളെ സമർപ്പിക്കുന്നു. പെട്ടെന്ന് ഒരു കുഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് അബോർഷൻ ചെയ്തു പോയി. ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിച്ച് പാപബോധമില്ലാതെ ജീവിച്ചതിന് മാപ്പ് ചോദിക്കുന്നു. തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ചാലും അറിഞ്ഞും അറിയാതെയും ചെയ്ത അപരാധങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നു. കുഞ്ഞുങ്ങളെ വേണമെന്ന് പറയുവാൻ ദമ്പതികളെ ശക്തിപ്പെടുത്തണമേ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണമേ. അങ്ങേ ഇഷ്ടം എപ്പോഴും നിറവേറട്ടെ. അങ്ങേക്ക് എപ്പോഴും സ്തുതിയും ആരാധനയും പുകഴ്ചയും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ദാമ്പത്യ ജീവിതത്തെ സ്നേഹത്താലും കാരുണ്യത്താലും ക്ഷമയാലും ആത്മനിയന്ത്രണത്താലും
വിശ്വസ്തതയാലും സഹനത്താലും വിശുദ്ധിയാലും നിറയ്ക്കണമേ. കുടുംബജീവിതത്തിലെ ദാരിദ്ര്യവും അസൗകര്യങ്ങളും ഭയവും നിരാശയും വീഴ്ചകളും അസമാധാനവും പരാജയവും വൈരാഗ്യവും മദ്യപാനവും ഈശോയെ അങ്ങേപ്പക്കൽ സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സൗഖ്യവും മോചനവും പരിശുദ്ധാത്മ നിറവും യാചിക്കുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ദൈവമേ സ്തുതി. ഉത്ഥിതനായ യേശുവേ, തിരുവുത്ഥാനവും ജീവനുമായ മിശിഹായെ, ജീവിത പങ്കാളിയുടെ മരണം മൂലം വേദനിച്ചിരിക്കുന്നവരുടെ ഏകാന്തതയും ശൂന്യതയും വിരക്തിയും നിരാശയും എടുത്തുമാറ്റി അങ്ങയുടെ ജീവിക്കുന്ന വചനവും അവരോടുകൂടി ഉണ്ടെന്നുള്ള സത്യം, ആഴമായ ബോധ്യം അവർക്ക് നൽകിയാലും. യേശുവെ നന്ദി, യേശുവെ ആരാധന, യേശുവെ മഹത്വം, യേശുവെ സ്തുതി. തിരുക്കുടുംബമേ, കുടുംബങ്ങളുടെ നാഥനും സൃഷ്ടാവുമായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ രാജാവായി വാഴണമേ. നസ്രസിലെ കുടുംബം പോലെ എല്ലാ കുടുംബങ്ങളെയും വളർത്തണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിജയത്തിലും പരാജയത്തിലും അങ്ങേ വചനത്തിൽ സമ്പൂർണ്ണ വിധേയത്വത്തോടെ അങ്ങേ തിരുമനസ് നിറവേറ്റുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശുവേ നാഥ, മക്കളെയും മക്കളുടെ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പാപത്തിന്റെ വഴികൾ ഉപേക്ഷിക്കുവാൻ അവർക്ക് ശക്തിയും സഹായവും നൽകണമേ. ദൈവമക്കളായി അവരെ എപ്പോഴും നിലനിർത്തണമേ. മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും മക്കളോടും ഇടവക ജനങ്ങളോടും വൈദികരോടും സന്യസ്തരോടും ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഇനിയും സൗഖ്യപ്പെടേണ്ടതും സ്വതന്ത്രമാക്കപ്പെടേണ്ടതുമായ കാര്യങ്ങളെയും ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. വിശുദ്ധ കുരിശാൽ അവിടുന്ന് ആന്തരിക സമാധാനവും ആശ്വാസവും വിടുതലുകളും മോചനവും സ്വാതന്ത്ര്യവും തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ മഹത്വം, ദൈവമേ സ്തുതി. ലിവ് ജീസസ്. അരൂപിയിലുള്ള ജ്ഞാനസ്നാനത്തിനു മുമ്പുള്ള അർപ്പണ പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ നിത്യരക്ഷയെ സംബന്ധിക്കുന്ന അങ്ങയുടെ പദ്ധതി ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഈശോ കർത്താവാണെന്ന് പരസ്യമായി ഞാൻ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം എന്നീ കൂദാശകളിലൂടെ അങ്ങയുടെ ശിശുവായി ഉയർത്തിയതിനും അവിടുത്തെ അരൂപിയോട് എന്നെ അടുപ്പിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അങ്ങയെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. പാപത്തിൽ നിന്നും ലൗകികതയിൽ നിന്നും സ്വതന്ത്രമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നേക്കും പരിപൂർണമായി അങ്ങയുടേതായിരിക്കുവാനും അങ്ങയുടെ നിയമം സ്വീകരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവെ, അങ്ങയെ എൻ്റെ നാഥനായി ഞാൻ സ്വീകരിക്കുന്നു. ജീവിതകാലം മുഴുവൻ പരിശുദ്ധാരൂപിയുടെ പ്രചോദനങ്ങളും പ്രേരണകളും അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആത്മീയവും ശാരീരികവും മാനസികവും സ്വാതന്ത്ര്യവും സൗഖ്യവും സമാധാനവും സന്തോഷവും തന്ന് അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധാത്മാവായ ദൈവത്തോട് ഞാൻ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നതിനും നിറയുന്നതിനുമായി അങ്ങേ തിരുമുമ്പിൽ ഞാൻ കുമ്പിട്ട് ആരാധിക്കുന്നു. യേശുവെ, വിശ്വാസത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു. ആത്മാവായ ദൈവമേ, എൻ്റെ നാവിനെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മുഴുവനായും അങ്ങേപ്പക്കൽ വിടുതലിനായി സമർപ്പിക്കുന്നു. അവിടുത്തെ അരൂപിയാലും മോചനത്താലും വചനത്താലും എന്നെ നിറച്ചാലും ആത്മാവിന്റെ വരദാനങ്ങളാൽ എന്നെ നിറച്ച് അനുഗ്രഹിച്ചാലും സഭയെ പരിപോഷിപ്പിക്കുവാനും വളർത്തുവാനും സ്നേഹിക്കുവാനും അവിടുത്തെ ശക്തി എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.